2018 റഷ്യൻ വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെയായിരുന്നു അർജന്റീനൻ ആരാധകർ ആ ടീമിനെ നോക്കിയിരുന്നത്. കാരണം പരിശീലക സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത് തങ്ങളെ 2 തവണ കോപ്പയിൽ പരാജയപ്പെടുത്തി ചിലിക്ക് 2 കോപ്പ നേടിക്കൊടുത്ത മികച്ചൊരു പരിശീലകന്റെ കീഴിലാണ് ഇന്നവർ ഇറങ്ങുന്നു എന്ന ആത്മവിശ്വാസമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ചിലിയിൽ കാണിച്ചൊരു മാന്ത്രികതയും സാമ്പോളി എന്ന കോച്ചിന് അർജന്റീനയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അമ്പെ പരാജയപ്പെട്ടൊരു കളിയായിരുന്നു അർജന്റീന അന്ന് കാഴ്ചവെച്ചത്. എന്തിനേറെ പറയണം, ഒരു പ്രോപ്പർ മിഡ്ഫീൽഡ് പോലും ഇല്ലാത്തൊരു ഗെയിം പ്ലാൻ. എന്നാൽ തകർന്നടിഞ്ഞ ടീമിനെ വർഷങ്ങൾക്ക് ശേഷം കിരീടമണിയിക്കാൻ ഒരു മനുഷ്യൻ കടന്നു വരുന്നുണ്ട്. അയാളുടെ പേര് കേട്ടപ്പോൾ തന്നെ അയാളിൽ വിശ്വാസമില്ലാതെയാണ് പലരും അയാളെ നോക്കിക്കണ്ടത്. അയാൾ വന്ന വഴികളിൽ പരവതാനി വിരിച്ച് അയാളെ സ്വീകരിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നയാൾ ഒരു ജനതയുടെ വിശ്വാസമാണ്, അർജന്റീൻ നാഷണൽ ടീമിൻ്റെ അഹങ്കാരമാണ്. The greatest manager in our generation, the one and only Lionel Sebastian Scaloni. ഞാൻ കണ്ട ആദ്യ ലോകകപ്പ് 1994-ലേതാണ്. 1998, 2002 ലോകകപ്പുകളിൽ അർജന്റീനയുടേത് ഗംഭീര ടീമായിരുന്നു. പക്ഷേ വിജയിക്കാനായില്ല. 2002 കോച്ചിനെ പഴിച്ചുകൊണ്ട് ബ്രസീലുകാരുടെ വിജയം കണ്ടിരിക്കേണ്ടിയിരുന്നു. അർജന്റീനയുടെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും മികച്ച ടീമായിരുന്നു 2002 എന്നാണ് അറിവുള്ളവർ പറയുന്നത്. എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ 2006 അർജന്റീന ടീമാണ് ഏറ്റവും ശക്തമായ ടീം. കാരണം അതിൽ 2002 ഇല്ലാതിരുന്ന ഒരു അഡീഷണൽ എലമെൻ്റ് ഉണ്ടായിരുന്നു. കൗമാരത്തിൻ്റെ ചോരത്തിളപ്പുമായി ഏതു ടീമിനെയും ഛിന്ന ഭിന്നമാക്കാൻ കഴിവുള്ള ലിയണൽ ആൻഡ്രസ് മെസ്സി എന്ന ഏലിയൻ. പക്ഷേ കോച്ച് ജർമ്മനിക്കെതിരെ മെസ്സിയെ ഇറക്കാതിരുന്നപ്പോൾ ആ ടീമിൻ്റെ പടയോട്ടവും അവിടെ അവസാനിച്ചു. 2010 ടീം എത്രത്തോളം മികച്ചതാണെങ്കിലും അതിൻ്റെ പരാജയം ലോകകപ്പിന് മുമ്പ് തന്നെയാണ് സംഭവിച്ചത്. മറഡോണ പരിശീലകനായി ചുമതലയേറ്റതോടുകൂടി ദൈവം തമ്പുരാൻ പോലും വന്ന് കളിച്ചാൽ പോലും അർജന്റീന ജയിക്കില്ലെന്ന് എനിക്ക് നേരത്തെ തന്നെ തോന്നിയിരുന്നു. 2014 മികച്ച ഒരു പരിശീലനം ഉണ്ടായതുകൊണ്ട് ഫൈനൽ വരെ എത്തി. ഫൈനലിലെ തോൽവിക്ക് റഫറിയുടെ പിഴവ്, നമ്മുടെ താരങ്ങൾ ചാൻസ് നഷ്ടപ്പെടുത്തിയത്, തൊട്ടുമുമ്പ് സെമി ഫൈനൽ പോരാട്ടത്തിൽ ടഫ് മത്സരം കളിച്ചതിന് ക്ഷീണം എന്നിങ്ങനെ പല കാരണങ്ങളുണ്ട്. 2018 സാമ്പോളിക്ക് സൂപ്പർ താരങ്ങളെ മാനേജ് ചെയ്യാൻ കഴിയാതെ പോയതുകൊണ്ട് അവിടെയും നമുക്ക് നേട്ടങ്ങളുണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഫ്രാൻസിനോട് തോറ്റ നമ്മൾ നല്ല പരിശീലനം ഉണ്ടായിരുന്നുവെങ്കിൽ കപ്പ് നേടുമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയിരിക്കെയാണ് ഈ മനുഷ്യൻ അർജന്റീനയുടെ പരിശീലകനായി വരുന്നത്. മുൻകാലങ്ങളുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ 2022 ടീം അവയേക്കാൾ മുകളിലൊന്നുമല്ല. പക്ഷേ സ്കലോണിയുടെ പ്ലാനുകൾ വളരെ ഉയരത്തിലായിരുന്നു. അതുകൊണ്ടാണ് യുവത്വത്തിൽ നിൽക്കുന്ന മെസ്സിയെ കിട്ടിയിട്ടും പെക്കർമാൻ മുതൽ സാമ്പോളി വരെയുള്ളവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാതിരുന്നത് റിട്ടയർമെൻറ്റ് പ്രായത്തിൽ നിൽക്കുന്ന മെസ്സിയെ വെച്ച് സ്കലോണിക്ക് ചെയ്യാൻ കഴിഞ്ഞത്. ഇദ്ദേഹം ഒരു നല്ല തന്ത്രജ്ഞൻ മാത്രമല്ല, മഹാനായ ഒരു മനുഷ്യൻ കൂടെയാണെന്ന് ഓരോ നിമിഷത്തിലും വ്യക്തമാക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ് 2026 വേൾഡ് കപ്പിലേക്കുള്ള ആത്മവിശ്വാസവും. മുൻകാലങ്ങളിൽ മികച്ച പരിശീലകരില്ലാതെ അർജന്റീന കിരീടങ്ങൾക്ക് തൊട്ടു മുമ്പിൽ വീണു പോകുമ്പോൾ അത് ടീമിൻ്റെ കുഴപ്പമല്ല, പരിശീലകനെ മാത്രം പിഴവാണെന്ന് അർജന്റീന ആരാധകർ എത്ര തവണ ആണിയിട്ടാലും എതിരാളികളായ ബ്രസീൽ ആരാധകർ അത് തിരിച്ചറിയാതെ പോയിരുന്നു. അന്നത്തെ അർജന്റീനയുടെ ഏറെക്കുറെ അതേ അവസ്ഥയാണ് ഇപ്പോൾ ബ്രസീൽ നേരിടുന്നത്.